ശ്യാം, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി വന്നിട്ടുണ്ട്. PROയ്ക്കും സിയാൽ MDക്കുമാണ് ഈ ഭീഷണിമേൽ ലഭിച്ചിട്ടുള്ളതെന്ന് അറിയുന്നു. എന്താണ് അതിന്റെ വിവരം? എത്രത്തോളം ഗൗരവമുണ്ട് ഇതിന്? പരിശോധനകൾ തുടങ്ങിക്കഴിഞ്ഞു. ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസവും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് PROയ്ക്കും സിയാൽ MDക്കും രണ്ടുപേർക്കും രാവിലെ 10 മണിയോടുകൂടി മെയിലിൽ വിമാനത്താവളത്തിൽ ബോംബ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള മെയിൽ സന്ദേശം എത്തുന്നത്. നിലവിൽ CISFന്റെയും ബോംബ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ ആഭ്യന്തര ടെർമിനലിലും അന്താരാഷ്ട്ര ടെർമിനലിലും അടക്കം പരിശോധനകൾ നടക്കുകയാണ്. നിലവിൽ അവിടെ യാത്രയ്ക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ഏതായാലും വലിയ സുരക്ഷാ സന്നാഹമുള്ള ഒരു സ്ഥലം തന്നെയാണ് വിമാനത്താവളം. അവിടെയാണ് ഇന്ന് ഈ 2 ബോംബ് ഭീഷണി സന്ദേശങ്ങൾ എത്തിയത്. വളരെ ഗൗരവത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ വിമാനത്താവളത്തിലും പരിസരത്തും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഫ്ലൈറ്റുകളെ, സർവീസുകളെ ബാധിച്ചിട്ടുണ്ടോ ശ്യാം? നിലവിൽ സർവീസുകളെ ബാധിച്ചിട്ടില്ല. പക്ഷേ ആഭ്യന്തര ടെർമിനലിലേക്ക് ഉൾപ്പെടെ വരുന്ന യാത്രക്കാരെ കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാക്കുന്നു എന്നുള്ളതാണ് സുരക്ഷാ ഏജൻസികൾ നൽകുന്ന വിവരം. കാരണം മെയിലിൽ അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ട് എന്നും സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും വലിയ പരിശോധനകൾ സാധാരണ നടക്കുന്നതിലും ഇരട്ടിയിലധികം പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് ഇന്ന് ഈ വിമാനത്താവള പരിസരത്തേക്ക് പോലും ആളുകളെ ഇപ്പോൾ കടത്തിവിടുന്നത്. ശരി ശ്യാം, തിരുവനന്തപുരത്തും അതോടൊപ്പം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, രാജ്ഭവനിൽ, കൊച്ചിയിൽ, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൊക്കെ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരിക്കുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കർശന പരിശോധനകൾ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിൽ എത്തുന്നവർക്ക് വലിയ പരിശോധനകൾ, സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പുറത്തേക്ക് ഇറങ്ങാനോ അകത്തേക്ക് കടക്കാനോ കഴിയുകയുള്ളൂ എന്നുകൂടി ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ് 24 ബ്രേക്കിംഗിൽ പ്രേക്ഷകർ കാണുന്നത്.